പേരാമ്പ്രയിൽ കോഴിക്കോട് രാമകൃഷ്ണൻ മുന്നിൽ LDF 9 UDF 10 ചിത്രം അങ്ങനെ മാറുന്നു. അങ്ങനെ തപാൽ വോട്ടുകളിൽ തന്നെ പ്രകടമാണ് ആ പോരാട്ട ചിത്രം എന്നതാണ് സാഹചര്യം. ഇത് കൗണ്ടിംഗ് സെന്ററുകളിൽ നിന്നുള്ള നേരിട്ടുള്ള വിവരമാണ്. ഔദ്യോഗികമായ അപ്ഡേഷൻ അല്പം കൂടി കാത്തിരിക്കണം. സാഹചര്യം ഇതാണ്. സംസ്ഥാനത്തെ 19 മണ്ഡലങ്ങളുടെ കോട്ടയത്തെ ലീഡ് വരുന്നു. കോട്ടയം മണ്ഡലത്തിൽ UDF തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ലീഡ് ചെയ്യുന്നു. കടുത്തുരുത്തിയിൽ മോൻസ് ജോസഫ് UDF ലീഡ് ചെയ്യുന്നു. വൈക്കത്ത് LDF പ്രദീപ് ലീഡ് ചെയ്യുന്നു. പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മൻ ലീഡ് ചെയ്യുന്നു 86 വോട്ടുകൾക്ക്. പുതുപ്പള്ളിയിൽ UDF, വൈക്കത്ത് LDF, കടുത്തുരുത്തിയിൽ UDF, കോട്ടയത്ത് UDF. ഇതാണ് ഏറ്റവും ഒടുവിലത്തെ വിവരം. കോട്ടയത്തെ 4 മണ്ഡലങ്ങളിലെ ആദ്യ ലീഡ് നില അറിഞ്ഞു കഴിഞ്ഞു. LDF 10 UDF 11 എന്നാണ് ഇപ്പോൾ കേരളത്തിലാകെ. ഇതിൽ കോട്ടയത്തെയാണ് ഏറ്റവും ഒടുവിൽ വന്നത്. കോട്ടയം തിരുവഞ്ചൂർ മുന്നിൽ, കടുത്തുരുത്തിയിൽ മോൻസ് മുന്നിൽ, വൈക്കത്ത് LDF മുന്നിൽ, പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മൻ UDF മുന്നിൽ. 11 ചിത്രം അങ്ങനെയാകുന്നു. സംസ്ഥാനത്ത് ഇഞ്ചോടിഞ്ച് പോരാട്ട ചിത്രം വ്യക്തമാക്കുന്ന തൃത്താലയിൽ MB രാജേഷ് മന്ത്രി മുന്നിൽ. VT ബൽറാമിനേക്കാൾ 3 വോട്ടിന് MB രാജേഷ് മുന്നിൽ. 12 LDF 12 UDF 12. ഇതാണ് ചിത്രം. എന്തായാലും സംസ്ഥാനത്ത് ഏറ്റവും അധികം ഭൂരിപക്ഷം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന മലപ്പുറം അടക്കമുള്ള മണ്ഡലങ്ങളുടെ സൂചനകൾ വരുന്നു. PK കുഞ്ഞാലിക്കുട്ടി തുടക്കത്തിൽ തന്നെ ലീഡ് പിടിക്കുന്നുണ്ട്. തപാൽ വോട്ടുകളുടെ ചിത്രം അങ്ങനെയാണ്. ശോഭാ സുരേന്ദ്രൻ ആദ്യ ലീഡ്. പാലക്കാട് ശോഭാ സുരേന്ദ്രൻ ആദ്യ ലീഡ്. 5 വോട്ടിന്റെ ലീഡ് ശോഭാ സുരേന്ദ്രന്. പാലക്കാട് നിർണായകമായ പാലക്കാട് മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രൻ 5 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു രമേശ് പിഷാരടിയേക്കാൾ. 28 മണ്ഡലങ്ങളുടെ സൂചനകൾ പുറത്തു വരുന്നു. തപാൽ വോട്ടുകളിൽ 28 മണ്ഡലങ്ങളിൽ കോഴിക്കോട് നോർത്തിൽ UDF ലീഡ് ചെയ്യുന്നു. കോഴിക്കോട് നോർത്തിൽ K ജയന്ത് UDF മുന്നിട്ട് നിൽക്കുന്നു തോട്ടത്തിൽ രവീന്ദ്രനേക്കാൾ. കോഴിക്കോട് നോർത്ത് K ജയന്ത് UDF മുന്നിൽ. കോട്ടയത്ത് 4 മണ്ഡലങ്ങളിൽ 3-ൽ UDF മുന്നിൽ, 1-ൽ LDF മുന്നിൽ. വൈക്കത്ത് LDF മുന്നിൽ. പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മൻ, കടുത്തുരുത്തിയിൽ മോൻസ് ജോസഫ്, കോട്ടയത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മുന്നിട്ട് നിൽക്കുന്നു. ഏറനാട് മലപ്പുറം PK ബഷീർ മുന്നിൽ, PK കുഞ്ഞാലിക്കുട്ടി മലപ്പുറം മണ്ഡലത്തിൽ മുന്നിൽ. 15 LDF 16 UDF എന്നുള്ള കണക്കാണ്. ഇഞ്ചോടിഞ്ചാണ് തപാൽ വോട്ടുകളിൽ വരുന്നത്. ബംഗാളിൽ BJP സഖ്യമാണ് മുന്നിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നത് പാലായിൽ UDF മുന്നിൽ. ജോസ് കെ മാണി പിന്നിൽ, മാണി സി കാപ്പൻ മുന്നിൽ. പാലാ UDF, കോട്ടയം UDF, കടുത്തുരുത്തി UDF, വൈക്കം LDF, പുതുപ്പള്ളി UDF എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന വിവരം. ഇതിനിടെ ചാത്തന്നൂർ നിയോജകമണ്ഡലത്തിൽ ഒരു അപ്ഡേറ്റ് വരുന്നുണ്ട്. അവിടെ ഇതുവരെയും ഒരു കൗണ്ടിംഗ് ഉദ്യോഗസ്ഥ ഹാജരായില്ല. അതുണ്ടാക്കുന്ന ആശയക്കുഴപ്പമുണ്ട്. ചെറിയ സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. എലത്തൂർ മണ്ഡലം കോഴിക്കോട് ജില്ല. AK ശശീന്ദ്രൻ മന്ത്രി മുന്നിൽ LDF 56 വോട്ടുകൾക്ക്. കൊയിലാണ്ടിയിൽ UDF മുന്നിൽ. പ്രവീൺ കുമാർ 19 വോട്ടുകൾക്ക് മുന്നിൽ. മലപ്പുറം മഞ്ചേരിയിൽ UDF മുന്നിൽ. റഹ്മത്തുള്ള 24 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നു. കൂടുതൽ മണ്ഡലങ്ങളിൽ ഇപ്പോൾ LDF ആയിരിക്കുന്നു. 17 LDF 16 UDF. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.